ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. ഇന്നിപ്പോൾ നമുക്ക് ഒരു അടിപൊളി പാലക്കാടൻ ബിരിയാണി, കോയമ്പത്തൂർ ബിരിയാണി, തമിഴ്നാടൻ ബിരിയാണി എന്നൊക്കെ പറയാം, ദം ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒരു 4 എണ്ണം, സവാള ഒരു 6 എണ്ണം, തക്കാളി അരിഞ്ഞത് ഒരു 4 എണ്ണം, ഒരു നാരങ്ങ, പിന്നെ ചുവന്നുള്ളി, കൊച്ചുള്ളി നല്ല ചതച്ചത് ഒരു 10 എണ്ണം, വെളുത്തുള്ളി 10, ഇഞ്ചി 5, ഇതെല്ലാം കൂടെ നന്നായി ചതച്ചത്, പച്ചമുളക് ഒരു 8 എണ്ണം, കല്ലുപ്പ് ആവശ്യത്തിന്, ആട്ടിറച്ചി 1.5 കിലോ, ജീരക അരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, അത് 1.5 കിലോ, പുതിനയില ഒരു 10 തണ്ട്, മല്ലിയില അതേപോലെ ഒരു 10 തണ്ട്, തൈര് 1 കപ്പ്. ഇനി നമുക്കുണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ഇന്ന് വയ്ക്കുന്നത്. അടുപ്പ് കൂട്ടാം. അടുപ്പ് കൂട്ടി തീ ഒന്ന് കത്തിയതിന് ശേഷം ചരുവം വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ വയ്ക്കാൻ പോകുന്നത് 1.5 കിലോ അരി, 1.5 കിലോ ഇറച്ചി, അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്, നല്ല ആട്ടിറച്ചിയിട്ടാണ് വയ്ക്കുന്നത്. ഒരു 150-200 മില്ലി എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഒഴിച്ചു കൊടുക്കുക. ചട്ടി ഒന്ന് ചൂടായിരിക്കുകയാണ്. അപ്പോൾ എണ്ണയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള, അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമുക്ക് ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നത് ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പ് എപ്പോഴും കുറച്ച് ബിരിയാണിക്ക് ഇത്തിരി കൂടുതലിടണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ടോട്ടെ. സവാളയൊന്ന് നന്നായി വഴണ്ട് വരണം. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. മാറി വരുമ്പോഴത്തേക്കിന് ചുവന്നുള്ളി ചതച്ചതും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ കിടന്ന് ഇത്തിരി കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഒരുമാതിരി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഞാനിപ്പോൾ ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇടുകയാണെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല. ചതച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ മല്ലിയില, പുതിനയില രണ്ടും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇതിനൊക്കെ ഇപ്പോൾ ഞാൻ ഇട്ടതിനൊക്കെ ഇത്തിരി കൂടെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വഴണ്ട് വരണം. നന്നായി വഴണ്ട് ആ എണ്ണയൊന്ന് തെളിയുന്ന സമയം നോക്കിയിട്ട് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയല്ല, മറ്റേ എരിവുള്ള മുളക് പൊടിയാണ്, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടാം. 1 കിലോയ്ക്ക് 1 സ്പൂൺ എന്നുള്ളതാണ് കണക്ക്. ഒരു 1.5 സ്പൂൺ ഇടാം. പിന്നെ ഗരം മസാല പൊടി ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലതാണ്. ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇടുന്നില്ല. കുരുമുളക് പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിട്ട് കഴിഞ്ഞാൽ, അതും ചേർക്കാം, പക്ഷെ അധികം ചേർക്കരുത്. പിന്നെ ആട്ടിറച്ചി ഇതിപ്പോൾ ഒരു 3/4 വേവ് വെന്തതാണ്. കുക്കറിൽ വെച്ച് 2 വിസിൽ വേവിച്ചതാണ്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇഞ്ചി ചതയ്ക്കാതെ അരിഞ്ഞിട്ടത് കൊണ്ട് അടിക്ക് പിടിക്കുമെന്നുള്ള പേടി വേണ്ട. ചതച്ചിടുകയാണെങ്കിൽ നന്നായിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. തൈരും കൂടി ഈ സമയത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിയും കൂടെ
ഇതിലേക്ക് ചേർക്കാം. തക്കാളി ആദ്യമേ ചേർക്കരുത്, ഒരുമാതിരി കുഴകുഴന്നായി പോകും. അപ്പോൾ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. അത് പിന്നെ വെള്ളത്തിൽ കിടന്ന് നല്ല വെന്ത് ദമ്മിരിക്കുമ്പോഴത്തേക്കും നല്ല അങ്ങ് ഇതായിക്കോളും. പക്ഷേ ആദ്യമേ തക്കാളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മൊത്തം കൂടി ഒരുമാതിരി കുഴകുഴന്നായി പോകും. ഇതിപ്പോൾ ആട്ടിറച്ചി വേവിച്ച വെള്ളമാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വിറകടുപ്പിൽ വെക്കുന്നതുകൊണ്ട് ഒഴിക്കുന്നത്. സാധാരണ ഗ്യാസ് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമേ വയ്ക്കുകയുള്ളൂ. ഇപ്പോൾ വിറകടുപ്പ് ആയതുകൊണ്ടാണ് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കണക്ക് എടുത്ത് ഒഴിച്ചേക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോളാം വേണമെങ്കിൽ. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വെള്ളം നന്നായി ഒന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളിനി കഴുകി ഊറാൻ വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റെങ്കിലും അരി വെള്ളത്തിൽ ഊറാൻ ഇട്ടേക്കുക. അരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ നാട്ടിൽ സാധാരണ തലശ്ശേരി ബിരിയാണി, മലബാർ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ, മലപ്പുറം ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അരി തനിയെ വേവിച്ച് മസാലയുടെ മേളിലിട്ട് ദമ്മിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാടൻ ബിരിയാണി അങ്ങനല്ല. ഇത് അരി ഇതിൻ്റെ കൂടെ കിടന്നാണ് വേവുന്നത്, ഈ ഗ്രേവിയിൽ കിടന്നാണ് വേവുന്നത്. അതൊരു 1/4 വേവ് ആകുമ്പോഴാണ് മൊത്തത്തിൽ നമ്മൾ ദമ്മിടുന്നത്. ഉപ്പ് എപ്പോഴും ഒരു കൈ കൂടി നിൽക്കണം ഈ പരുവത്തിൽ. എങ്കിൽ ചോറ് നന്നായിട്ട് വെന്ത് വരുമ്പം ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവുള്ളൂ. ചോറ് ഇത്തിരി ഒന്ന് വേവുന്ന വരെ നോക്കാം. ഇങ്ങനെ വെള്ളം തിളച്ച് മറിയുന്ന സ്റ്റേജ് മാറി ചോറൊന്ന് പൊങ്ങി വരുന്ന സ്റ്റേജിലാണ് നമ്മളിനി ദമ്മിലേക്ക് പോകേണ്ടത്. ഇതാ ഇപ്പോൾ ഒരുമാതിരി വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. ചോറൊരുമാതിരി വെന്ത് പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു കൊമള മാതിരി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടുന്ന സ്റ്റേജിലേക്ക് പോകാം. അടുപ്പിലെ തീ ചെറുതായിട്ട് കുറച്ചോളുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഈ ഇറച്ചി അപ്പോഴേ എല്ലായിടത്തേക്കും വന്ന് നിൽക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ കിടക്കും ഇറച്ചി. കുറച്ച് നെയ്യ് ദമ്മിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് മേളിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ചോറ് നല്ല വെന്ത് പൊങ്ങിയിട്ടുണ്ട്, വെള്ളവും തീരെ കുറഞ്ഞു. ഈ സമയത്താണ് നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ അടപ്പിൽ ഒരിത്തിരി മൈദാമാവ് പുരട്ടിയിട്ട് കുഴച്ചൊട്ടിച്ച് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് അമക്കുക. എന്നിട്ട് മേളിലേക്ക് തീ എടുത്തിടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ദമ്മിടുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മുടെ നാട്ടിലെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഓരോന്നും വറുത്ത് കോരി തനിയെ വെച്ച്, സവാള വറുത്ത് തനിയെ വെച്ച്, അങ്ങനെ ഒരുപാട് പണി ഇതിനകത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത്. അതായത് ഇപ്പോൾ ദമ്മ് പൊട്ടിച്ചു, ചോറ് ഇറക്കി കൊണ്ടുവന്ന് ദമ്മ് പൊട്ടിച്ചു. നല്ല പരുവാണ്. ഇപ്പോൾ ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ ചോറൊക്കെ നല്ല പൊലുപുലാന്നിരിക്കുന്നുണ്ട്. ഇറച്ചിയും നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇപ്പോൾ നല്ല പരുവത്തിനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇപ്പോൾ ഗ്യാസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. വിറകടുപ്പിലാകുമ്പോഴാണ് നമുക്ക് ഇത്തിരി കൂടെ കൂടുതൽ വെള്ളം ആവശ്യം വരുന്നത്. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇറച്ചിയും ചോറും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേവുന്ന കാരണം ഇതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മളിതിനെ വിളമ്പുമ്പോൾ ഈ പറഞ്ഞ പോലെ അടിയിൽ നിന്ന് കുറച്ച് മസാല വാരിയിട്ട് പിന്നെ ചോറ് അതിൻ്റെ മേടിയിട്ട് അങ്ങനെ വിളമ്പേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ രുചി എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. നല്ല പരുവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എത്ര ഇളക്കി കഴിഞ്ഞാലും ഒട്ടാത്തത്. ഇനിയിപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 4 കഷ്ണം പീസ് എടുത്തിടുക, കുറച്ച് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇടുക. ആ രീതിയിൽ പ്ലേറ്റിലേക്ക് വിളമ്പി ഡൈനിങ് ടേബിളിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിക്കാൻ അവിടെ അടിപിടിയായിരിക്കും. ഈ പരുവം മാറാണ്ട് നോക്കിക്കൊള്ളുക. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം.
ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേവുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ പരുവമൊക്കെ കറക്റ്റ് ആയിരിക്കണം. ആ കാര്യം മാത്രം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരിക്കും. എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് രുചിച്ച് നോക്കാം. നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പം നമ്മുടെ തമിഴ്നാടൻ ബിരിയാണി, പാലക്കാടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി നന്നായിട്ട് വന്നിട്ടുണ്ട്. മട്ടൻ പീസൊക്കെ നല്ലതായിട്ട് വെന്ത് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നെയ്യുടെ നല്ല മണവുമുണ്ട്. നോക്കാം, ഒരു തവണ കഴിച്ച് നോക്കാം. നല്ല ചൂടാണ്. ദമ്മിങ്ങോട്ട് പൊട്ടിച്ചാലോ. ടോപ്പായിട്ടുണ്ട്. ഒരു പേര് കഴിച്ചോട്ടെ. ചോറ് നല്ല വേവ് പരുവം, അതുപോലെ ഇറച്ചിയും നല്ല പീസായിട്ട് വന്നിട്ടുണ്ട്. ചോറ് നോക്കിക്കഴിഞ്ഞാൽ അതെ നല്ല പുലാന്ന് ചോറ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഇത് വേണ്ടി നമ്മുടെ നാട്ടിലെ കൂട്ട് ചോറ് തനിയെ വേവിച്ച് ഇറച്ചി തനിയെ വേവിച്ച് അങ്ങനത്തെ ഇതല്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുന്ന രീതിയാണ്. അപ്പോൾ സമയം കുറച്ച് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ മാത്രമേ ഇറച്ചി ഒരു മുക്കാൽ വേവ് ആക്കിയിട്ടത്. അരി പക്ഷേ വെള്ളത്തിൽ കിടന്ന് തന്നെ വന്നത് ചോറിൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.